With this assurance in our hearts, we warmly welcome you all to our 25th Sunday School Anniversary Celebration 2025. We are gathered here today to thank God for 25 years of His faithfulness, guidance and grace upon our Sunday School. The theme chosen for this Silver Jubilee is Living Hope. A message that inspires us to stand firm in faith and witnesses in Lord Jesus Christ. It is our joy to serve as your host for today's program. I am Dr. Kezia Neil. And I am Neil John. Together we will be anchoring today's celebration. Let us now begin in this program by surrendering everything into God's hands. Every good beginning starts with a prayer. As we read in Genesis chapter 1 verses 1, in the beginning God. So our first preference is always for God. Right now we invite Brother Reggie Icon to lead us in the opening prayer for the entire program. Praise the Lord. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു മിനിറ്റ് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, 25ാമത്തെ കർത്താവ് സന്തോഷ് സ്കൂൾ വാർഷികത്തെ കർത്താവെ മുരുകനിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ചില മാസങ്ങളായി കർത്താവെ ഞങ്ങളുടെ അധ്യാപകരും കർത്താവെ കുഞ്ഞുങ്ങളും കർത്താവെ അവർ പ്രയത്നിച്ച് പ്രാക്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കർത്താവെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ഓഡിറ്റോറിയത്തെ കർത്താവെ ഞങ്ങളുടെ മുൻവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആർക്കും കർത്താവ് ഒരു ഭാരമുണ്ടാകുന്ന കർത്താവ് സ്വർഗ്ഗത്തെ ദൂതങ്ങളെ തമ്മിൽ കാവലാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ കർത്താവ് ടീച്ചേഴ്സിനെ കർത്താവെ അങ്ങയുടെ മുൻവരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിനുവേണ്ടി കർത്താവെ ചിലവഴിക്കുന്ന കർത്താവെ കൈ നീട്ടിയ എല്ലാ മക്കളെയും അങ്ങയുടെ മുൻവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇനി അനേക കുഞ്ഞുങ്ങൾ കർത്താവ് സ്കൂളിൽ വരാനുണ്ടല്ലോ കർത്താവെ, അവരൊക്കെ തമ്പുരാൻ കർത്താവെ സ്വതന്ത്രം കർത്താവെ സ്കൂളിൽ വരുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ പ്രോഗ്രാം കർത്താവ് അങ്ങനെ മാമോഹത്തിനായി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. To formally welcome this blessed gathering, we invite Brother Sebastian Varghese for the welcome message. Praise the Lord. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ മനോഹരമായ സായം സന്ധ്യയിൽ നമുക്കെല്ലാവർക്കും ഇപ്രകാരം കൂടി വരുവാൻ വലിയവനായി ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദമാം സൺഡേ സ്കൂളിൻ്റെ 25ാമത് ആനിവേഴ്സറിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില മാസങ്ങളായിട്ട് ഈ ആനിവേഴ്സറിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ഇന്ന് ഈ സന്ധ്യാസവേളയിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടി ഇരിക്കണമെന്ന് ആദ്യമായി ഉറപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Welcome to the family. We're glad that you have come to share your life with us as we grow in love, and may we always be to you what God would have us be, a family always there to be strong and to lean. Welcome to the family. We're glad that you have come to share your life with us as we grow in love, and may we always be to you what God would have us be, a family always there to be strong and to lean on. May we learn to love each other more with each new day. May words of love be on our
our hearts and teach us how to pray, that we might be a true family. Welcome to the family. We're glad that you have come to share your life with us as we grow in love, and may we always be to you what God would have us be, a family always there to be strong and to lean on, to be strong and to lean on, to be strong and to lean on. ഈ പ്രോഗ്രാമിൻ്റെ തീം തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശ, ലിവിങ് ഹോപ്പ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതം ഒരു കടലാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതിലെ തിരമാലകളിൽ ഉലയാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു നങ്കൂരമാണ് ഈ പ്രത്യാശ. ലോകം ഇന്ന് വലിയ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ എന്നുള്ളത് ജീവനുള്ള പ്രത്യാശ എന്നതാണ്, ലിവിങ് ഹോപ്പ്. ഈ പ്രത്യാശ ലൗകികമായ ആഗ്രഹങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള ഉറപ്പാണ്. ഇറ്റ് ക്യാരീസ് എ ഡീപ്പ് സെൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ആൻഡ് ലോങ്ങിങ്. ദ ഹീബ്രു മീനിങ് തിക്വ, ആ വേർഡിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ടു ബൈൻഡ് ഓർ ട്വിസ്റ്റ് ടുഗദർ. ഒരു റോപ്പ് അല്ലെങ്കിൽ ഒരു കയറ് എങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ നമ്മുടെ ഏത് സാഹചര്യങ്ങളും ഏത് അവസ്ഥകളും ജീവിതത്തിൽ കടന്നു വന്നാലും, അത് ദുഃഖമാകട്ടെ, ഭാരമാകട്ടെ, സങ്കടമാകട്ടെ, എന്ത് വിഷയമായാലും അതിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ നൽകുന്ന ആ നമ്മുടെ എപ്പോഴും നമ്മോട് കൂടെ ആ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, നശിച്ചു പോകുന്നത് നശ്വരമായത് ആയ ഒരു പ്രത്യാശയല്ല നമുക്കുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയാണ്. എന്താണ് ജീവനുള്ള പ്രത്യാശ? ലോകത്തിൽ പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. നല്ലൊരു ജോലി കിട്ടും, അസുഖം മാറും എന്നിങ്ങനെ ലൗകികമായ പ്രതീക്ഷകൾ പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാം മാറിപ്പോകും. എന്നാൽ ജീവനുള്ള പ്രത്യാശ അങ്ങനെയല്ല. ഇത് സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് നമ്മുടെ സൃഷ്ടാവിലുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്: അക്ഷയവും നിർമ്മലവും വാടാത്തതുമായ ഒരു അവകാശമാണ് എന്നാണ്. എന്താണ് ജീവനുള്ള പ്രത്യാശ? സാധാരണ പ്രതീക്ഷകൾ പലപ്പോഴും സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. എന്നാൽ ജീവനുള്ള പ്രത്യാശ എന്നത് മാറാത്ത ഒന്നാണ്. തളർന്നു പോകാത്ത നിമിഷങ്ങളിൽ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ് ഈ ജീവനുള്ള പ്രത്യാശ. ആത്മീയ പശ്ചാത്തലം. ക്രൈസ്തവ വിശ്വാസത്തിൽ പത്രോസ് ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ 1:3 ഒന്നാം ലേഖനം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1:3 നമുക്ക് ഈ പദം കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന മാറ്റമില്ലാത്തതും ശാശ്വതവുമായ പ്രതീക്ഷയാണ് ഈ പ്രത്യാശ. ജീവിതത്തിൽ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ വഴി കാട്ടുന്ന വെളിച്ചമാണ് പ്രത്യാശ. സാധാരണ പ്രതീക്ഷകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ജീവനുള്ള പ്രത്യാശ എന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉറച്ചു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ തളർന്നു പോകുമ്പോൾ കൈപിടിക്കാനും തോറ്റുപോകുമ്പോൾ വീണ്ടും പോരാടാൻ പ്രേരിപ്പിക്കുന്നതുമാണ് ഈ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് അതിന് കഴിയും. സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല. പ്രതിസന്ധികളിൽ വെളിച്ചമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ വരുമ്പോൾ ഇനി എന്ത് എന്ന് ചോദ്യമുയരാം. അവിടെയാണ് പ്രത്യാശ വെളിച്ചമായി മാറുന്നത്. ഇരുട്ടുള്ളത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നക്ഷത്രങ്ങൾ ആ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, എത്ര ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ആ ഒരു നക്ഷത്രം എങ്ങനെ പ്രകാശിക്കുന്നുവോ അതുപോലെ നമ്മളെ പ്രകാശിപ്പാൻ ശക്തിയുള്ളതാണ് ഈ ജീവനുള്ള പ്രത്യാശ. പ്രത്യാശ എങ്ങനെ നിലനിർത്താം? വിശ്വാസം, നമ്മെ കരുതാവുന്ന ഒരു ശക്തിയുണ്ടെന്ന ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ ക്ഷമ, നല്ല കാര്യങ്ങൾക്കായി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ്, സ്നേഹം, ചുറ്റുമുള്ളവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് നമ്മുടെ പ്രത്യാശ ഓരോ ദിവസവും വർദ്ധിപ്പിക്കാം. നമ്മളുടെ ജീവിതത്തിൽ
എന്നും തോറ്റുപോയി എന്നുള്ള അനുഭവങ്ങളിലൂടെ ഏതെങ്കിലും വ്യക്തികൾ കടന്നു പോയെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ ജീവനുള്ള പ്രത്യാശയെ ക്രിസ്തുവിൽ മാത്രം ആശ്രയം വയ്ക്കുക. ഈ ജീവനുള്ള പ്രത്യാശ നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കും. അതുപോലെ നമ്മുടെ ഓരോ വീഴ്ചയിലും പുതിയൊരു ഉയർച്ചയ്ക്കുള്ള തുടക്കമാണ് ഈ ജീവനുള്ള പ്രത്യാശ. നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Thank you, Pastor Biju Paul. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള ദൈവമക്കൾ കാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ദൈവവചനത്തിൽ പറയുന്നത് പോലെ salvation is found in no one else, for there is no other name under heaven given to mankind by which we must be saved. യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. യേശുവിൻ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ. There is no one equal to him. There is no one like him. He is the King of kings. He is the Lord of lords. Let us praise the King of kings with songs.
പറയുന്നത് പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുമുണ്ട്. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുന്ന ദൈവത്തെ നമുക്ക് എല്ലാവർക്കും അതാസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ കരങ്ങളടിച്ച് ആരാധിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശം ഭൂമികൾക്കെല്ലാം അത് ഏതുവായവൻ നീയേ. കരങ്ങളടിച്ച് കൂടി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ മഹാകരുണയും ദൈവം ഒന്ന് മാത്രമാണ്, നമ്മുടെ കഴിവ് ഒന്നുമല്ല. ആ ദൈവത്തെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ദൈവവചനത്തിൽ പറയുന്നത് പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്ന് ഓർത്തുകൊണ്ട് നമ്മെ നടത്തിയ ആ പൊന്നു കാര്യത്തെ ഒന്ന് ധ്യാനിച്ചു കൊണ്ടൊന്ന് പാടാം. സ്തോത്രമല്ല
ഉപകാരങ്ങളൊന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാമോ? ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Oh Lord, Heavenly Father, thank you Lord for giving this blessed and wonderful moment to praise and worship you, Lord. Thank you Lord for guiding us by your Holy Spirit. Lord, let this anniversary be a blessing to all who are gathered here, Lord. In the name of Lord Jesus Christ, I pray. Amen. ദൈവത്തിന് സ്തോത്രം. 25ാമത് സൺഡേ സ്കൂൾ ആനിവേഴ്സറിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സൺഡേ സ്കൂൾ ചിൽഡ്രൻസ്, അവരുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ദമാം സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ കർത്തവ്യം റിപ്പോർട്ട് വായന എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സദൃശവാക്യങ്ങൾ 1:7. കർത്താൽ പ്രിയരെ, ദമാം ചർച്ച് സൺഡേ സ്കൂളിൻ്റെ 2024-2025 വാർഷിക റിപ്പോർട്ട് സഭ മുമ്പാകെ സമർപ്പിക്കുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സൺഡേ സ്കൂളിൻ്റെ മഹാത്മ്യം വളരെ വലുതാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് സൺഡേ സ്കൂളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം അഭ്യസിപ്പിച്ച് അവരെ ദൈവവചനത്തിനെ നടത്തേണ്ടതിന് മാതാപിതാക്കളെ നമ്മുടെ കടമയാണ്. ദമാം ചർച്ച് സൺഡേ സ്കൂളിൽ നമ്മുടെ അയൽ സഭകളിൽ നിന്നും കുഞ്ഞുങ്ങൾ കടന്നു വരുന്നു. അതിലേക്ക് അവരെ അയക്കുന്ന അതത് സഭയിലെ ദൈവദാസന്മാരോടും മാതാപിതാക്കന്മാരോടും ദമാം ചർച്ച് സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവകൃപയാൽ ദമാം ചർച്ച് സൺഡേ സ്കൂൾ വളരെ മനോഹരമായി നടന്നു വരുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ 35 കുട്ടികൾ KG മുതൽ 12ാം ക്ലാസ് വരെ ദൈവവചനം അഭ്യസിക്കുന്നു. എല്ലാ ഫ്രൈഡേയിലും 8:30 മുതൽ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന സൺഡേ സ്കൂൾ ആദ്യ 30 മിനിറ്റുകൾ ബ്രദർ നീർ കെ ജോൺ, സിസ്റ്റർ കെസിയ എന്നിവർ ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, അറബിക് സോങ്ങുകൾ പഠിപ്പിക്കുന്നു. തുടർന്ന് 9 മണി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. പാസ്റ്റർ ഓഷൻ തോമസ് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്നു. സൺഡേ സ്കൂളിൻ്റെ നടത്തിപ്പിൽ പാസ്റ്റർ ബിജു പോളിൻ്റെ സേവനം സൺഡേ സ്കൂളിന് വളരെ അനുഗ്രഹമാണ്. പാസ്റ്റർ ഓഷൻ തോമസ്, പാസ്റ്റർ ബിജു പോൾ എന്നീ കർത്താസന്മാരുടെ നേതൃത്വത്തിൽ 14 അധ്യാപകർ 13 ക്ലാസ്സുകളിലായി കുഞ്ഞുങ്ങൾക്ക് കേരളത്തിലെ അംഗീകൃത സഭയുടെ പാഠപുസ്തകം ഉപയോഗിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു. അവർ പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വർഷത്തിൽ ടീച്ചേഴ്സ് 3 ടേം എക്സാം നടത്തി പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നു. ദമാം ചർച്ച് സൺഡേ സ്കൂൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 23-ാം തീയതി ദമാം ചർച്ചിൽ വെച്ച് കുഞ്ഞുങ്ങൾക്കും യൂത്തിനും വേണ്ടി മനോഹരമായ നിലയിൽ ടാലൻറ്റ് ടെസ്റ്റ് നടത്തുവാൻ ദൈവം സഹായിച്ചു. അത് നല്ല മത്സരം കാഴ്ചവെപ്പാൻ കുഞ്ഞുങ്ങൾക്കും യൂത്തിനും ദൈവം ഇടയാക്കി. ടാലൻറ്റ് ടെസ്റ്റിൽ ജഡ്ജസായി കടന്നു വന്ന 3 കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ സജി ഫിലിപ്പ്, പാസ്റ്റർ ബിജോയ് ജോസഫ്, പാസ്റ്റർ ആരോൺ എന്നിവർക്കും ദമാം ചർച്ച് സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. കൂടാതെ 2025 ആദ്യ വർഷം കേരളത്തിലെ വിവിധ സഭകളിലെ നിർദ്ധരായ 10 കുട്ടികൾക്ക് പഠന സഹായം ചെയ്യുവാൻ സൺഡേ സ്കൂൾ ദൈവം സഹായിച്ചു. ദമാം സൺഡേ സ്കൂളിനെ പ്രവർത്തനത്തെ ഇത്രത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവാർ കൃപാലുവായ ശ്രീ യേശുനാഥനെ വാഴ്ചിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമൂലം അവതരിപ്പിച്ചുകൊണ്ടെന്ന് ബിനോയ്.
सोचा कि ऐसी दया मिलेगी हमको भरपूरी से। युगों का राजा महिमा को छोड़कर अब आया मेरे शर्मोदना। क्रूस से मैंने पाई है माफी, मैं हो गया उस राजा का। सुंदर मसीहा अब मैं हूँ तेरा, यीशु मसीह तू है आशा मेरी। हालेलुया प्रभु तेरी स्तुति हो। हालेलुया तूने हराया मृत्यु को, तूने तोड़ी हर जंजीर, तेरे नाम मेरी आई यीशु मसीह तू है आशा मेरी। हालेलुया प्रभु तेरी स्तुति हो। हालेलुया तूने हराया मृत्यु को, तूने तोड़ी हर जंजीर, तेरे नाम मेरी आई यीशु मसीह तू है आशा मेरी। हर सवाल का जवाब तू, हर दर्द का इलाज तू, हर उम्मीद का आशा तू, अंधेरों में उजाला तू। हर सवाल का जवाब तू, हर दर्द का इलाज तू, हर उम्मीद का आशा तू, अंधेरों में उजाला तू। तू ही तू, तू ही तू, यीशु तू ही तू, तू ही तू, तू ही तू, मेरा सब कुछ तू ही तू। हर समय हर घड़ी साथ न छोड़े वो कभी, बात छोटी हो या बड़ी, देगा ईशु तुझे आजादी। हर समय हर घड़ी साथ न छोड़े वो कभी, बात छोटी हो या बड़ी, देगा ईशु तुझे आजादी। तू ही तू, तू ही तू, यीशु तू ही तू, तू ही तू, तू ही तू, मेरा सब कुछ तू ही तू। Ulele, 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 olele, ulele, la la la, la la la, la la la, la la la, la la la,
കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദമാം പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ സൺഡേ സ്കൂളിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നമുക്കൊരുമിച്ച് ഇന്ന് ഈ ഫാമിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തരുന്ന എല്ലാ നല്ല ഭാഗ്യ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. മീറ്റിംഗ് ആങ്കർ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ദമാം പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭാവിശ്വാസികൾ, മറ്റു സഭകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർ, ഏവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ, സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ടാലൻറ്റുകൾ ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി അവർ പ്രയോജനപ്പെടുത്തുന്നു. മാതാപിതാക്കൾ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്. നമ്മളൊക്കെ അതിൽ ആനന്ദം കൊള്ളുന്നവരാണ്. ഇന്ന് പകലിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ നാം എപ്പോഴും ദൈവകൃപയിലും ആത്മീകത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള ശിക്ഷണങ്ങൾ കൊടുക്കുന്നവരാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ വിശ്വാസത്തിൽ ജനിപ്പിച്ച നിജപുത്രനായ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ നാം അവിടെ വായിക്കുന്നു: നീയോ ഇന്നവരോട് പഠിച്ചുവെന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. പ്രിയ മാതാപിതാക്കളെ, നാം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും തലമുറയെ ദൈവകൃപയിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വചനം പഠിക്കുന്നതും അഭ്യസിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ, അത് ബാല്യം മുതൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അനുഗ്രഹമായി തീരേണ്ടതിന് അതിൽ നിശ്ചയം പ്രാപിച്ച് നിലകൊള്ളുവാൻ തക്കവണ്ണം കർത്താവിനോട് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, ഈ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഈ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ ഭാരവാഹികളോടുള്ള ദൈവസഭയുടെ ശുശ്രൂഷന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു, ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ഈ നല്ല സ്നേഹത്തെ തള്ളിക്കളയരുതേ, നടത്തിയ വിധങ്ങൾ മറന്നിടില്ലേ. ചിരിതോകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും, ചിരിതോകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു, ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ലോകത്തിന്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും, ലോകത്തിന്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും. സങ്കടത്തിൻ വേളകൾ വന്നിടും,
മറക്കാത്ത സ്നേഹമേശു ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. താം
Amen.